അക്കുടു ഒരു പാട്ട് പാടിട്ട് ചീച്ചന്ന് ഇങ്ങനെ ചീച്ചന്ന് അമ്മ അമ്മ മാമ മാമ ഇന്ത്യേ മാമ ഉദോണ്ട് ഇന്ത്യ ഉമ്മാമ്മ ഉമ്മാമ്മേ മമ്മി മമ്മി ഇന്ത്യ മാമ മാമ എന്തിയ ഉമ്മാമ്മ മാമേ ഉമ്മാമ്മ എങ്ങനെ കരയുന്നേ ഉമ്മാമ്മ എങ്ങനെ ഉമ്മേ എങ്ങനെ കരയുന്നേ ഉമ്മാമ്മ എങ്ങനെ കരയുന്നേ ബൗബോ എങ്ങനെ കരയുന്നേ ഗേസ് നമ്മുടെ കണ്ടം കണ്ടോ ഞാൻ രാവിലത്തെയും സന്ധ്യക്കലത്തെയും കണ്ടം കാണിച്ചിട്ടുണ്ടല്ലേ ഇതിപ്പോൾ നല്ല ഉച്ച സമയം 12:30 നല്ല നട്ടംപൊരി വെയിലത്തെ ഞാൻ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നറിയോ കണ്ട വെള്ളം കൊടുക്കാൻ നമ്മുടെ മണിക്കുട്ടി ഇതോ നിൽക്കുന്നു നമ്മുടെ പശു നിൽക്കുന്ന കണ്ടോ അങ്ങനെ ഞാൻ തണുപ്പത്തോട്ട് മാറി നിൽക്കാൻ വേണ്ടി കെട്ടിയത് എന്നിട്ട് അത് വെയിലത്ത് നിൽക്കുക കുറച്ചുകൂടെ നല്ല വെയിലാകുമ്പോൾ അതിങ്ങോട്ട് നീങ്ങി അതിന് ചൂടടിക്കുമ്പോൾ അത് തണുപ്പത്തോട്ട് നീങ്ങി നിന്നോളൂ അങ്ങനെ ഞാൻ കെട്ടിയേക്കുന്നത് അപ്പോൾ അതിന് വെള്ളം കൊണ്ട് കൊടുത്താൽ അത് വൈകുന്നേരം വരെ അവിടെ നിന്ന് തിന്നോളുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെ രാവിലെയും വൈകിട്ടത്തെയൊക്കെ പാടം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഉണ്ടോ സൂര്യൻ നേരെ താഴോട്ടല്ലേ പതിക്കുന്നത് ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ അതുകൊണ്ട് കണ്ടോ കണ്ടോ അപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഇതിനെയൊക്കെ അഴിച്ചുകൊണ്ട് പോകും കാരണം നല്ല വെയിലല്ലേ ഈ ചൂട് സമയത്ത് പശുക്കളെ ഇങ്ങനെ കെട്ടരുതെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇച്ചിരി കഴിയുമ്പോൾ അതുങ്ങളെ എല്ലാത്തിനെയും അഴിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ വെയിലൊക്കെ ആറി ഒരു 4 മണിയൊക്കെ കഴിയുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടും അപ്പം ഞാനും എൻ്റെ പശുവിനെ അവിടെ കൊണ്ട് കെട്ടിയേക്കുക ഞാൻ തണുപ്പത്തോട്ട് അതിന് നീങ്ങി നിൽക്കല്ലോ കണ്ട് അടുത്ത് തന്നെ നല്ല തണലുണ്ട് ഒരു കൊക്ക് വന്നിരിക്കുന്നുണ്ടോ അടുത്ത് ഈ കൊക്ക് ഇങ്ങനെ എപ്പോഴും വരുന്ന കാണാം പശുവിൻ്റെ അടുത്ത് കണ്ടോ അതിന് ചൂടടിച്ചപ്പോൾ അത് തന്നെ തണുപ്പത്തോട്ട് നീങ്ങുന്നുണ്ടോ അപ്പം നമുക്ക് ഈ വെള്ളം അതിന് കൊണ്ട് കൊടുക്കാം ഡീ ആ വെള്ളം കൊണ്ടുവന്നു ഇവിടെ വെയിലാണെങ്കിൽ നല്ല കാറ്റുണ്ട് കേട്ടോ കണ്ടോ ഈ മരത്തിൻ്റെ അടിയിലോട്ട് നീങ്ങി നിൽക്കല്ലോ നിന്നെ ചൂടടിക്കാതിരിക്കാനല്ലേ നിന്നെ ഞാൻ ഇവിടെ കെട്ടിയത് എന്നാ വെള്ളം കുടിക്ക് വാ ഇവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ പോച്ചയുണ്ട് കണ്ടോ ഇപ്പോൾ വെള്ളമൊന്നുമില്ല നല്ല ഉണങ്ങിക്കിടക്കുമായതുകൊണ്ട് കുഴപ്പമില്ല വാ അതിന് വെള്ളം കുടിക്ക് അവിടെ കുരുങ്ങി കിടക്കുന്നു ഞാനതൊന്ന് അഴിച്ചു കൊടുക്കട്ടെ ഉള്ള കമ്പയിലും ചുള്ളിയിലും എല്ലാം കയറ്റി കുരുക്കി വെച്ചേക്കുക കയറ് മുഴുവൻ പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് അനങ്ങുന്നത് ഞാൻ നേരത്തെ വന്ന് നോക്കിയതാണല്ലോ നേരം കുഴപ്പമില്ലായിരുന്നല്ലോ നീ പോയി കുടിക്ക് ഇവിടെ ഈ മുളയുടെ കമ്പുണ്ട് അത് അതിലൊക്കെ കുരുങ്ങിക്കിടക്കും അപ്പോൾ നല്ല ചൂടായിരിക്കും കണ്ടോ എന്നും ഇങ്ങനെ ഇന്ന് മിക്കവാറും ഞാനങ്ങ് കൊണ്ടുപോകും ഉച്ചയാകുമ്പോൾ അമ്മയാണേലും അങ്ങനെ ഒരു 11:30 ആകുമ്പോഴത്തേക്ക് അങ്ങ് മോളിൽ കയറ്റി കെട്ടി ഇന്നിപ്പോൾ ഞാൻ ഈ തണുപ്പത്ത് കെട്ടിയത് കൊണ്ടാണ് വെള്ളം ഇങ്ങോട്ട് കൊണ്ട് കൊടുത്തത് അതാകുമ്പോൾ ഇവിടെ തന്നെ നിന്നോളുമല്ലോ ഇനി അല്ലെങ്കിൽ 11:30 ആകുമ്പോൾ മോളിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് വെയിലൊന്ന് തണുത്ത് ആറി തുടങ്ങുമ്പോൾ വീണ്ടും ഇവിടെ കൊണ്ട് കെട്ടും ഇത് കണ്ടോ നല്ല ഇഷ്ടം പോലെ പോച്ചയുണ്ട് കണ്ടോ വേറെ ഇഷ്ടം പോലെ പശുക്കളുണ്ട് എല്ലാത്തിനെയും കൊണ്ടുപോകും ഇപ്പം വെയിലാണെങ്കിലും നല്ല കാറ്റുള്ളതുകൊണ്ടേ കണ്ടോ വെള്ളം കുടി കഴിഞ്ഞു കൊണ്ട് കൊടുക്കാത്ത താമസം എന്നിട്ട് വീണ്ടും തീറ്റ തുടങ്ങി ഇച്ചിരി നേരം കഴിയുമ്പോൾ വന്ന് നോക്കാമെങ്കിൽ ഇത് അവിടോട്ട് മാറി കിടക്കുന്ന കാണാം തണുപ്പത്ത് ഇങ്ങനെ കുരുങ്ങും ഇതാ ഒരു കുഴപ്പം വാ അവിടെ നിന്ന് തിന്നോ കേട്ടോ ടാറ്റാ ബൈ ബൈ ഞാൻ പോവാം അപ്പം നമുക്ക് പോവാം കണ്ടോ 1 മിനിറ്റ് കൊണ്ട് അത് വെള്ളം കുടിച്ചു കഴിഞ്ഞു അത്രയ്ക്ക് വെയിലല്ലേ അതുകൊണ്ടാണ് അപ്പം അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അമ്മ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ വെള്ളം കുടിക്കുക അതിലില്ലടി തീർന്നു വേണമെങ്കിൽ കൊണ്ടുതരാം ചുമ്മാ അതാ ഇനിയും കുടിക്കത്തൊന്നുമില്ല ഈ ബക്കറ്റ് നിറച്ചു കൊണ്ടുവന്നാൽ അവൾക്ക് വേണ്ട ഈ ചൂട് സമയത്ത് ഇവിടെ വന്നിങ്ങനെ ഇരുന്നാൽ ഉണ്ടല്ലോ ഇവിടെ ഇരുന്ന് അറിയാതെ ഉറങ്ങിപ്പോവും അത്രയ്ക്ക് നല്ല കാറ്റാണ് ഇവിടെ കാറ്റും തണുപ്പും
പക്ഷേ വേറെ ആരും ഇല്ല എൻ്റെ കൂടെ, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഞാൻ പോവാം. 12:30 മണിയായി. ഇപ്പം ഞാൻ ഈ ഉച്ച സമയത്ത് എങ്ങനെയാണ് ഇപ്പം കണ്ടം എന്നറിയാൻ വേണ്ടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പശുവിന് വെള്ളം കൊടുക്കാൻ വന്നപ്പോൾ ഞാൻ ഫോണും കൂടി എടുത്തുകൊണ്ട് വന്നു നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. കണ്ടത്തിൻ്റെ ഉച്ചവെയിൽ രാവിലത്തെയും സന്ധ്യക്കലത്തെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ ആരെങ്കിലും കുഞ്ഞുങ്ങളോ എൻ്റെ കൂടെ കാണും. പക്ഷേ ഈ ചൂടത്ത് ഇപ്പം ദേവൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ ദേവനെ കൊണ്ട് കൊടുത്തേച്ച് വന്നാൽ ഈ ചൂടത്ത് കുഞ്ഞിനെയും കൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ, ഉണ്ടോ ഉണ്ടോ, നല്ല കാറ്റുണ്ട് കണ്ടോ, മരങ്ങളൊക്കെ ആടുന്നു, ഇലയൊക്കെ ആടുന്നുണ്ടോ. നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇവിടെ വേണമെങ്കിൽ ആരെങ്കിലും ഒരാളും ഉണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങാം, ഇല്ലെങ്കിൽ നമ്മളിവിടെ കിടന്നുറങ്ങുമ്പോൾ വല്ല പട്ടിയോ പാമ്പോ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കും. മുമ്പാണെങ്കിൽ ഞങ്ങൾ ഇവിടെയൊക്കെ പായൊക്കെ ഇട്ട് എല്ലാവരും കൂടെ വന്നിരിക്കാറുണ്ട്. ഇപ്പം അതിനുള്ള സമയം ആയില്ല. ഒരു ഏപ്രിൽ മാസമൊക്കെ ആയാൽ പിന്നെ എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്ക് ഇവിടെ പായൊക്കെ ഇട്ട് ഇവിടെ വന്നിങ്ങനെ ഉച്ച സമയത്ത് ഇരിക്കും. വെള്ളവും എന്തെങ്കിലും സ്നാക്സും ഒക്കെ ആയിട്ട് ഇങ്ങ് പോരും. അപ്പോൾ അങ്ങനെ ഉച്ച സമയത്തെ കണ്ടം. വേനൽക്കാലത്തെ മാളവിക സാവിത്രിയുടെ ഗാർഡൻ കണ്ടോ, താമര വിരിഞ്ഞിരിക്കുന്നുണ്ടോ, മാളുവിൻ്റെ താമര. ഒരു പൂവുണ്ട്, ഒരു മുട്ടുമുണ്ട്. ഇതിനകത്ത് പായലൊക്കെ ഉണ്ടല്ലോ. ഇത് ഇട്ടതാണോ? ഉണ്ട്. എത്ര പ്രാവശ്യം വെച്ചിട്ടാണോ ഇവിടെ നിന്ന് പിടിച്ചത്? ഇത് വിരിഞ്ഞിട്ട് 2 ദിവസം ആയോ? അല്ല, അതിൻ്റെ എതുള്ളത് കണ്ടിങ്ങനെ. ഇതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചതുപോലെ പരിപാലിക്കുന്നുണ്ടല്ലേ. കുട്ടിയുടെ ഗാർഡനാണ്. അവൾ വൈകുന്നേരമായാൽ അവളും ദേവനും കൂടി ഇതിനകത്തൊക്കെ കളിക്കും, വെള്ളം ഒഴിക്കും. ഇത് കണ്ടോ, അടിനിയം. ഇപ്പോൾ അടിനിയം പൂക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ബിന്ദുവിൻ്റെ ഗാർഡനിലും ഉണ്ട്. നല്ല ഭംഗിയില്ലേ, നല്ല കളറാണ് ഇതിൻ്റെ, കണ്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്, നമ്മൾ ബൊക്കയിലൊക്കെ വെക്കുന്നു. ഇവിടെ ഒരു താമരയും കൂടെ ഉണ്ട്, അത് ആയില്ല, ആയി വരുന്നേ ഉള്ളൂ. എന്നാലും ഇത്രയെങ്കിലും ആക്കി എടുക്കാൻ എന്ത് പാടാണെന്ന്.